MLA ആണ്. UDF ഇതിനെ എങ്ങനെ നോക്കിക്കാണും? അല്ല, UDF ആ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങളെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ. അതിപ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള DGP ആണെങ്കിലും പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്ത് വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം. അൻവർ എന്ന് മാത്രമല്ല, കൂടുതൽ ഭരണകക്ഷി നേതാക്കന്മാർ ഇന്നിപ്പോൾ സുനിൽകുമാർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അവിടെ പരാജയപ്പെട്ട 2 സ്ഥാനാർത്ഥികളും സംശയിക്കുന്നത് ഇപ്പോൾ അവിടെ BJPക്കുണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ്. അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കാരണത്താൽ തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോൾ ഒരു MLA, ഭരണകക്ഷി MLA മാത്രമല്ല, ഭരണകക്ഷി നേതാക്കൾ മുഴുവൻ തുടരെ രംഗത്ത് വന്ന് ആരോപണം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും ഗൗരവമല്ലാത്തതില്ല. അതിപ്പോൾ ഈ ആര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. ഭരണകക്ഷി പറയുമ്പോൾ അതൊരു പ്രത്യേകത ഉണ്ട്. ശരി തന്നെയാണ്, അസാധാരണമായ സംഭവമാണല്ലോ. അസാധാരണമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അസാധാരണമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ, അതേപോലെ തന്നെ കൂടെയുള്ള ആര് പറഞ്ഞിട്ടും അവർ പിന്നെയും ഗവൺമെൻറ് പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും അവർ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് തുടർ പ്രക്ഷോഭം നടത്തേണ്ടി വരും. ക്യാമ്പയിൻ നടത്തും. ജനങ്ങൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ ഒരു തരവുമില്ല. ADGPയുടെ റിപ്പോർട്ട് തള്ളിയിട്ട് DGP വീണ്ടും ഒരു അന്വേഷണത്തിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പോലീസിൻ്റെ അന്വേഷണം പോരാൻ തന്നെയാണ്. പോലീസിൻ്റെ അന്വേഷണം ഒരിക്കലും പോരാ. കാരണം ഇത് ഒരു ADGPയെ കുറിച്ച് മാത്രമല്ല വന്നിരിക്കുന്നത്, ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. ADGP അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഇടപെട്ടില്ല. അതുപോലെ തന്നെ കമ്മീഷണർ ഉണ്ടായിരുന്നു, ഇതിൻ്റെ മുകളിലായാലും താഴെയായാലും ഒരു മുഴുവൻ ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ആ സംവിധാനം തന്നെ തീർത്തും പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം മുടങ്ങുക എന്നുള്ളത് കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോകുന്ന ഒരു സംഗതിയല്ല. തൃശ്ശൂർ പൂരം മുടങ്ങാൻ തന്നെ പാടില്ലല്ലോ. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ചരിത്രപരമായി നമ്മൾ അഭിമാനം കൊള്ളുന്നൊരു വലിയ സംഭവമല്ലേ. അത് മുടങ്ങാൻ തന്നെ പാടില്ല. പിന്നെ അത് മുടക്കിയത് കൂടിയാണെന്ന് പറയുമ്പോൾ പിന്നെ എവിടെ എത്തി കാര്യങ്ങൾ? ഈ അൻവറിനോടുള്ള സമീപനത്തിൽ UDF മാറ്റം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവാണെങ്കിലും മുൻപ് പറഞ്ഞിരുന്ന പോലെയല്ല പ്രതികരിച്ചിരുന്നത്. ഒരു മാറ്റം വന്നുണ്ട് അദ്ദേഹത്തിൻ്റെ. ആ കാര്യം ഞങ്ങൾ പിന്നെ ആദ്യം നേരത്തെ പറഞ്ഞ നിലപാടല്ലാതെ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു ആലോചനയും ഉണ്ടായിട്ടില്ല. അത് പിന്നെ മറ്റൊരു വിഷയമാണ്. അത് ആലോചിക്കേണ്ട തലത്തിൽ ഞങ്ങൾ ആദ്യം ആലോചിച്ചപ്പോൾ അതിനെ ഒന്നും ആദ്യ കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് പോലെ ഒരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. അത് ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. പിന്നെ അനവസരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യം. ഒരാൾ ലീഗിലുണ്ടാവോ, കോൺഗ്രസ്സിലുണ്ടാവോ, CPM-ലുണ്ടാവോ, കാലാകാലം എവിടെ ആയിരിക്കും, അതൊക്കെ വേറെ കാര്യങ്ങൾ. ഇപ്പോൾ ആ കാര്യങ്ങളോ ഞങ്ങൾ ആലോചിച്ചു. തൃശ്ശൂർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, UDF-ന്റെ മണ്ഡലം. അവിടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിക്കുമ്പോൾ ആ സീറ്റ് ജയിക്കാൻ BJP അല്ലെങ്കിൽ CPM സഖ്യം ഉണ്ടാക്കി തൃശ്ശൂർ പൂരം കലക്കി എന്നാണല്ലോ UDF-ന്റെ ആരോപണം. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സീറ്റുകൾ ജയിക്കാൻ ഏതറ്റം വരെയും അവർ പോകും. ആരൊക്കെയാണ് രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസ് കയറി വരിക? രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസിൽ കയറി ഇപ്പോൾ സാധാരണ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ പതിഞ്ഞെടുപ്പുണ്ട്. ആരൊക്കെയാണ് ആംബുലൻസ് കയറി വരിക, അല്ലെങ്കിൽ ആരൊക്കെ വന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റുമോ? എന്ത് തരം കലക്കലൊക്കെയാണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറയാം, പോലീസിൻ്റെ സഹായം ഇല്ലാതെ സാധാരണ ഒരാൾക്ക് ആംബുലൻസിൽ കയറി വരാൻ തന്നെ പറ്റൂല. അത് തന്നെ നിയമവിരുദ്ധമാണ്. ജനങ്ങൾ നേരിടും.
ജനങ്ങൾ നേരിട്ടോളും. കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനറിയാം. ജനങ്ങൾക്ക് ഇതിനെ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പരാജയപ്പെടുത്താൻ അറിയാം. നോക്കിക്കോളൂ, വയനാടും അതുപോലെ തന്നെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും അതുപോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ UDF ജയിക്കും.